മെയ് മാസത്തിൽ മുളച്ചു വന്ന വലിയ ചേമ്പ് വിളവെടുത്തപ്പോൾ നല്ല മുഴുത്ത 4 കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സന്തോഷത്തിൽ ഇത് ജൂലൈ മാസത്തിൽ മുളച്ചു വന്നതാണ്. എന്നാലും ഇതിന് തൈയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് കുറേ കിഴങ്ങുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പറിച്ച് നോക്കി. എന്തുണ്ടായേ, ഇതാണ് ആ പറിച്ചെടുത്ത കട. അപ്പോൾ നേരത്തെ കണ്ട ആ ചെറിയ തൈകളല്ലാണ്ട് വേറെ ഒറ്റ കിഴങ്ങില്ല. ഒരു പക്ഷേ ഇത് ചെറിയ ചെടിച്ചട്ടിയിലായതുകൊണ്ടായിരിക്കാം. വലിയ ചേമ്പ് വലിയ ചെടിച്ചട്ടിയിലായിരുന്നല്ലോ. ഇതിന് 2 മുളകളൊക്കെ വീണ്ടും കാണുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ 2 തൈകൾ വേറെ ഉണ്ട്, പിന്നെ 2 മുളകളും കൂടെ കാണുന്നുണ്ട്. എന്തായാലും കുഴിച്ചിടാൻ തീരുമാനിച്ചു. വലിയ ചെടിച്ചട്ടി ഒന്നും വെച്ചില്ലാത്തതുകൊണ്ട് വേറൊരു ചെറിയ ചെടിച്ചട്ടി തന്നെയാണ് കുഴിച്ചിട്ടു. അതിൻ്റെ ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞു, വലിയ ചേമ്പിന് ചെയ്ത പോലെ. മുറിച്ച് കളഞ്ഞ ഇലകളൊക്കെ അവിടെ തന്നെ കഷ്ണം കഷ്ണമാക്കി ഇട്ടു. മൾച്ചിങ് അഥവാ പൊതയിടൽ ആയിക്കോട്ടെ, വേനൽക്കാലം വരുമ്പോൾ വെയിൽ കൊണ്ടിട്ട് വെള്ളം അധികം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന 2 തൈകളാണ്. ഒന്ന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, മറ്റേത് ചെറുതാണ്. ആ വലിയ തൈ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. ചെറിയ തൈ പറിച്ചിട്ട് വേറൊരു ചെടിച്ചട്ടിയിലേക്ക് നട്ടു. ചെറിയ തൈൻ്റെ ഇല മുറിച്ച് കളഞ്ഞു, മറ്റേ മെയിൻ ചെറുചേമ്പിന് ചെയ്ത പോലെ. എന്നിട്ട് പിന്നെ 2ൻ്റെ ആ മുറിച്ച സ്ഥലത്ത് അഗ്രോ പ്ലസ് സ്പ്രേ അടിച്ചു കൊടുത്തു. ഫംഗസ് ഇൻഫെക്ഷനോ എന്തെങ്കിലും വന്നത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ മുൻകരുതൽ. വലിയ മുൻകരുതലൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ചേമ്പ് വിത്ത് കണ്ടിട്ട് 3 ചേമ്പൻ തൈകളോ ഒരു പക്ഷേ 5 എണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ തായ് ചേമ്പിൻ്റെ സൈഡിൽ 2 എണ്ണം കണ്ടിരുന്നല്ലോ. അപ്പോൾ അതിനുള്ള പ്രതീക്ഷയിൽ കിഴങ്ങൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് പുതിയ ചേമ്പെങ്കിലും ഉണ്ടാവുമെന്നും അടുത്ത കൊല്ലത്തേക്ക് കുറച്ച് വിളവുണ്ടാവുമെന്നും പ്രതീക്ഷിക്കട്ടെ.